ഹായ് എവരിവൺ, വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ പുതിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. 1000 വേർഡ് മീനിങ്സ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത് കേട്ടോ. ഇന്നല്ല, നമ്മൾ ഈ സീരീസിൽ പഠിക്കുന്നത് 30 ദിവസം കൊണ്ട് 1000 ഹിന്ദി വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ കൂടെ വരുന്നവർ എന്താ പറയുന്നത്, കഴിഞ്ഞ നമ്മുടെ ചലഞ്ച് 60 ഡേയ്സ് ചലഞ്ച് അറ്റൻഡ് ചെയ്തവരും ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ട് ഒരുപാട് ഫ്രണ്ട്സും കൂടി ഉണ്ടാവും അല്ലേ. അപ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് സ്വാഗതം. ഓക്കെ, ശരി. പിന്നെന്താ, പഴയ ആൾക്കാർക്കും നമ്മുടെ പുതിയ സീരീസിലോട്ട് സ്വാഗതം. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എന്താ ചെയ്യാൻ പോകുന്നത്? വേർഡ്സ്, കൂടുതലും വേർഡ്സും അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റൻസുകളുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ശരി. ആദ്യം തന്നെ നമ്മളിന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ബേസ് ആണ് നോക്കുന്നത് കേട്ടോ. ഇവൻ പുതുതായിട്ട് വരുന്നവർക്ക്, കാണുന്നവർക്ക് കുറച്ച് ബേസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പഴയ ആൾക്കാർക്ക് റിവിഷൻ ആയിക്കോട്ടെ അല്ലേ. ശരി. ബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര അറിഞ്ഞാലും ചെറിയ കാര്യങ്ങളിൽ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരാറുണ്ട്. വേറൊന്നുമല്ല, ഈ വഹും യഹും യേയും വേയും എനിക്ക് കമൻറ്റിൽ വന്നിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഓക്കെ, വഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥാക്കുന്നത്? മലയാളത്തിൽ എങ്ങനെയാണ്? വഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോ അല്ലെങ്കിൽ അവളെയോ ഒക്കെ പറയുന്നത് അല്ലേ. അവൻ, അവൾ അല്ലെങ്കിൽ അത്, ആ എന്നൊക്കെ പറയുന്നത് വഹ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരമുള്ള കാര്യങ്ങളും നമ്മൾ അത് എന്ന് കാണിക്കാനായിട്ട് വോ എന്ന് പറയും അല്ലേ. വോ എന്ന് പറയുന്നത് വഹിൻ്റെ ഷോർട്ടാണ് അല്ലേ. നമ്മൾ സംസാരിക്കുമ്പോൾ വോ എന്നാ പറയാം. അത് വഹിൻ്റെ ഷോർട്ടാണ്. അത് എഴുത്തിലല്ല, സംസാര രീതിയിലാണ് കേട്ടോ. ശരി. ഇനി യഹ് എന്ന് പറയുമ്പോഴോ അത്രയേ ഉള്ളൂ. ഇവൻ അല്ലെങ്കിൽ ഇവൾ, ഇത്, ഈ അടുത്തുള്ള സാധനങ്ങൾ നമ്മൾ കാണിക്കുവാണ്. അപ്പോൾ അവിടെ നമ്മൾ വഹിനെ ഷോർട്ട് ചെയ്ത് വോ എന്ന് പറയണ പോലെ യഹിനെ ഷോർട്ട് ചെയ്ത് നമ്മൾ യോ എന്ന് പറയില്ല. ഓക്കെ, അതൊരു ഡൗട്ടാണ്. അപ്പോൾ അത് ക്ലിയർ ആയി കാണും അല്ലേ. യഹിനെ നമ്മൾ എങ്ങനെയാ പറയാ? ഏ എന്നാ പറയാം. പെന്നെ, കിതാബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബുക്കാണ്. പെന്നെ അല്ലെങ്കിൽ കലമ്മ എന്ന് പറയുമ്പോൾ ഇത് പേനയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ. അതും സംസാരത്തിൽ മാത്രം. എഴുത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ അർത്ഥം എന്താണെന്നറിയോ? എന്ന് പറയുമ്പോൾ അത് ബഹുവചനായി ഇവ എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ഇവർ, ഇദ്ദേഹം അല്ലെങ്കിൽ ഇവ എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മൾ എന്ന് മലയാളത്തിൽ അർത്ഥാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ വേ ആണെങ്കിൽ വേ എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? അവർ എന്നുള്ള അർത്ഥം വരുന്നത് മലയാളത്തില് അവർ. അപ്പോൾ അത് ബഹുവചനായി. അവ ബഹുവചനായി അല്ലെ, കുറെ സാധനങ്ങൾ. അപ്പൊ നമുക്ക് അതിന് നമുക്ക് വേ എന്ന് സ്പെഷ്യൽ പറയാം. ഇപ്പോ അവർ കളിക്കുകയാണ്, അവരല്ല അവര് കളിക്കുകയാണ് നമ്മൾ പറയില്ലേ. ഓക്കെ, അതെങ്ങനെയാ പറയാ? വേ ഖേൽ രഹേ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിക്കുകയാണ്. അവിടെ നമ്മൾ വേ എന്ന് ഉപയോഗിച്ചു അല്ലേ. ഓക്കെ, ഇനിയിപ്പോ പറയാണ് അവൻ കളിക്കുകയാണെങ്കിലോ വോ കേൾ രഹാ ഹേ. ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. വേ കേൾ രഹേ ഹേ നമ്മൾ കണ്ടു, ഇവിടെ വോ കേൾ രഹാ ഹേ എന്ന് കണ്ടു അല്ലേ. അപ്പൊ ഒരാളായതുകൊണ്ട് നമ്മൾ രഹാഹേ എന്ന് പറഞ്ഞു. ബഹുവചനായതുകൊണ്ട് രഹേ, മേളിൽ എന്നുള്ള ഒരു മാത്രയുടെ പ്രയോഗം വന്നു കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത നമ്മുടെ 60 ഡേയ്സ് ചലഞ്ച് അറ്റൻഡ് ചെയ്തവരിൽ കുറച്ച് പേർക്ക് ഈ ഡൗട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ അതൊന്ന് ക്ലിയർ ചെയ്ത് പോണേ. ഓക്കെ, ശരി. ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചോദിക്കാം അതാരാ. ഇപ്പൊ ഒരു വ്യക്തിയോട് ചോദിക്കാം അതാരാ അവന്റെ എന്ന് ചോദിക്കില്ലേ. വോ കോനെ, മനസ്സിലായി. അപ്പൊ നമ്മൾ ഇവിടെ വോ എന്ന് ഉപയോഗിച്ചു. ഇനി അതുപോലെ തന്നെ ക്യാ ഹേ, കിതാബേ, ക്യാ ഹേ കിതാബേ. ഇവിടെ ബഹുവചനം വന്നില്ല, സ്ത്രീ ഒറ്റയാണ്, സിംഗുലർ ആണ്. എന്നാൽ പോലും ഉപയോഗിച്ചു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡൗട്ടാണ്, പക്ഷെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് ആർക്കൊക്കെയോ. അതുകൊണ്ടാണ് കേട്ടോ. പുതുതായിട്ട് പഠിക്കുന്നവര് ഇത് മനസ്സിലാക്കുക. വഹ്, യഹ്, വേ, വോ എന്നുണ്ട് വഹിന് ഷോർട്ട്, പക്ഷെ യോ എന്നില്ല. ഓക്കെ, യോന് പകരം നമ്മൾ ഈ തന്നെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഷോർട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശരി. അടുത്തതാണ് ഈ ഉസ്സും ഉന്നും. നമ്മളിങ്ങനെ സംസാരത്തിൽ ഒരുപാട് കേൾക്കുന്നതാണ് അല്ലെ, ഉസ്ക അല്ലെങ്കിൽ ഉൻക എന്നൊക്കെ. അപ്പൊ നമ്മൾ ഉസ്ക എന്ന് പറയുമ്പോൾ ഇത് അവളുടെ വീടാണ്, ഉസ്ക ഗർറെ, അല്ലെങ്കിൽ അവന്റെ വീടാണ്, ഉസ്ക ഗർറെ എന്ന് പറയും. അപ്പൊ അവന്റെ, അവളുടെ എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. ഇനി ഉൻക എന്ന് പറയുമ്പോൾ അവരുടെ എന്നാണ്. മനസ്സിലായോ?
അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ്, ഉസ്ക എന്ന് പറയുന്നത് കൂടുതൽ ഇപ്പം അവൻ്റെ വീടാണെന്ന് പറയാനും നമ്മൾ സംസാരിക്കുമ്പോൾ ഉൻകാന്ന് യൂസ് ചെയ്യും സംസാരത്തിൽ. ഓക്കെ, ഉൻക ഗറെ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സംസാരത്തിൽ കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഉൻക എന്ന് പറയുന്നത്. അവരുടെ എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, അതൊരു പ്ലൂരൽ അർത്ഥത്തിലല്ല നമ്മൾ കൊടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ, മനസ്സിലായോ? ആ ഒരു അർത്ഥമാണ് നമ്മൾ സംസാരത്തിൽ അതിന് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ പറയാണ് ഉസ്കോ ബോലോ എന്ന് പറയുന്നേക്കാളും ഉൻകോ ബോലോ, അതാണ്. അതുപോലെ തന്നെ അത് നമ്മൾ ശീലിച്ചാൽ മതി. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ പറയാണ് ഉസ്കോ ദേദു, അവന് കൊടുക്കൂ, ഇതിനേക്കാളും ഉൻകോ ദേദു, അദ്ദേഹത്തിന് കൊടുക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവനെന്നായിരിക്കാം നമ്മുടെ ഫ്രണ്ട് ആയിരിക്കാം, ചിലപ്പോൾ നമ്മളെക്കാളും ഏജ് കുറവുള്ളതായിരിക്കാം, മനസ്സിലായി? ഒരു നിയമവുമില്ല ഏജ് കുറവുള്ളവരെ ഉസ്കാന്ന് വിളിക്കണമെന്നോ അല്ലെങ്കിൽ ഇസ്കാന്ന് വിളിക്കണമെന്നോ ഒരു നിയമവുമില്ല. നമുക്ക് കുറച്ച് റെസ്പെക്റ്റ് അവർക്കും കൊടുക്കാം. ഇപ്പൊ കുട്ടികളൊക്കെ ശരിക്കും ഇസ്ക ഉസ്ക എന്നാ പറയാം, പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ അവരെയും എന്താ പറയാ റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മൾ സംസാരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉൻ ഉസ് എന്ന് വരുന്നത്. അത് രണ്ട് അർത്ഥമല്ല കേട്ടോ. ഇനിയിപ്പോൾ അതുപോലെ തന്നെയാണ് ഇസ്സും ഇന്നും, ഇസ്ക ഇസ്ക ഇൻക സെയിം തന്നെ, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവരുടെ അല്ലെങ്കിൽ ഇവന്റെ ഇവളുടെ ഇസ്ക, മനസ്സിലായോ? അപ്പൊ നമ്മൾ പറയണ അയ്യേ ഇൻകാഹേ, ഇത് ഇദ്ദേഹത്തിൻ്റെയാണ് അല്ലെങ്കിൽ ഇത് ഇവൻ്റെയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും അവിടെ കുറച്ചും കൂടി നമ്മൾ എന്താ പറയുന്നത്, റെസ്പെക്റ്റോടുകൂടി പറയാണ് ഈ ഇൻകാഹേ, ഇൻകോ ദേദു, ഇൻകോ ദേന, ഇൻകോ ദേദു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കൊടുക്കൂ, ഇവന് കൊടുക്കൂ എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? കുറച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കുറച്ച് ടഫ് ഉണ്ടാവും. മാത്രമല്ല പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും, കാരണം വേറെ ഒന്നുമല്ല, ഇതൊരു ചെറിയ ചെറിയ ഗ്രാമറിൻ്റെയും കൂടി എന്താ പറയുക വശമുണ്ട് ഇതിൽ. എന്നാൽ നമ്മളിത് സിമ്പിളായിട്ട് കുറേ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഗ്രാമറായിട്ട് ഞാൻ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു ടഫായിട്ട് ഫീൽ ചെയ്യും. ടഫല്ല, എന്തൊക്കെയോ കൺഫ്യൂഷനായിട്ട് ഫീൽ ചെയ്യും. ഇതിലൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. ഒന്ന് രണ്ട് കമൻസ് വന്നുകൊണ്ട് മാത്രം ഞാനിത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിട്ടതാട്ടോ. കാരണം നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇനി എല്ലാ സെൻറ്റൻസുകളും പഠിക്കേണ്ടത്. അപ്പോൾ അത് കൺഫ്യൂഷൻ വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലൊന്നും എന്താ പറയുക ഇങ്ങനെ ചികഞ്ഞ് നോക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലാക്കിയിരിക്കുക. അറിയുന്നവരാണെങ്കിൽ ഈ ഒരു പോർഷൻ അങ്ങ് വിട്ടേക്കാം മനസ്സിൽ. ഓക്കെ, ശരി. ഇനിയാണ് നമ്മൾ കറക്റ്റ് ടോപ്പിക്കിലേക്ക് വരുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മൾ എന്താ പറയുന്നത്, കുറേ വാക്കുകൾ പഠിച്ചാൽ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? സത്യത്തിൽ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും. കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അത് നമ്മൾ സെൻറ്റൻസുകൾ പറയുമ്പോൾ അത് എന്താ പറയുക പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ശരി, ഇപ്പം ഞാനൊരു ഒരു 5 വേർഡ്സ് പറയാം. കുറേ എളുപ്പമുള്ളതാണ് കേട്ടോ, നമുക്കപ്പോൾ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയണ്ടേ? ഓക്കെ, ഇപ്പം നമ്മൾ പറയാണ് കുറച്ച്. കുറച്ചിന് എന്താ പറയാ? കുറച്ചെന്ന് പറയാം, കുറച്ച് എന്ന്. അതിനെങ്ങനെ ഹിന്ദിയിൽ പറയാം? തോട, എല്ലാവർക്കും അറിയാം അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കുറെ. കുറെ അല്ലെങ്കിൽ ധാരാളം, വളരെ എന്നൊക്കെ പറയുന്നതിന് ബഹുത്ത് അല്ലേ? അപ്പോൾ നിങ്ങളിതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോ. നമ്മളൊരു 5 വേർഡാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ തോട എല്ലാവർക്കും അറിയാം, ബഹുത്തും എല്ലാവർക്കും അറിയാം. ഇനി പറയാണ് എനിക്ക്. എനിക്കെന്ന് എങ്ങനെയാ പറയാം ഹിന്ദിയിൽ? മുജെ, മുജെ. ഓക്കെ, മുജെ എന്ന് പറഞ്ഞാൽ എനിക്ക്. ഇനി എന്താണ്? വെള്ളം. വെള്ളത്തിന് എന്താ പറയാ? പാനി, എല്ലാവർക്കും അറിയാം അല്ലേ? ശരി, ഇനി നിങ്ങൾ പലർക്കും അറിയാത്തതും കുറേ പേർക്ക് അറിയുന്നതായിട്ടൊരു വേർഡാണ് പഠിക്കാൻ പോണത് കേട്ടോ. ചാഹിയെ. ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ചാഹിയെ. ചാഹിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണം എന്നാണ്. അപ്പോൾ വേണം എന്ന് പറയാനായിട്ട് ചാഹിയെ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ഈ 5 വാക്കും പറഞ്ഞു തന്നു, നിങ്ങൾ ഈ 5 വാക്കും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാനൊരു വാക്ക് നിങ്ങൾ ഒരു സെൻറ്റൻസ് പറയുകയാണ്, നിങ്ങൾ എഴുതുക. എനിക്ക് കുറച്ച് വെള്ളം വേണം. എനിക്ക് കുറച്ച് വെള്ളം വേണം. സ്വയമായിട്ട് എഴുതിക്കോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ? മുജെ തോട പാനി ചാഹിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പഠിച്ച അർത്ഥങ്ങളാണ്. മുജെ തോട പാനി ചാഹിയെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് വെള്ളം വേണം. അപ്പം നമ്മൾ ഈ 5 വാക്ക് പഠിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു സെൻറ്റൻസ് പഠിച്ച പോലെ അല്ലേ? അപ്പം കുറേ ഇതാണ് പറയുന്നത്, കുറേ വേർഡ്സ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ കുറേ കേട്ട് നിങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, സ്പോക്കൺ ഹിന്ദി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാക്കി എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇതിന് വേണ്ടത് നമ്മൾ എന്താ പറയുക, കണ്ടിന്യൂ ആയിട്ട് ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാതെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട്, കാരണം ഒരു സംഭവം തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ കണ്ടിന്യൂ ആയിട്ടൊരു 10 മിനിറ്റോ 20 മിനിറ്റോ ഈവൻ നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരം അരമണിക്കൂറോ നിങ്ങൾക്ക് ബോറടിക്കുന്ന അത്രയും കേട്ടുകൊണ്ടിരിക്കുക. ആ ഒരു ഭാഷ കേട്ട് 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 എന്തെങ്കിലുമൊക്കെ ആവും നമ്മുടെ ഉള്ളിലെ, പിന്നെ കുറച്ച് കേൾക്കുമ്പോഴത്തേക്കും പുറത്തോട്ടതെല്ലാം പോരും. അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഞാൻ പറയാം. ഇനിയിപ്പോൾ ഞാൻ പറയാണ് ഒരു കാര്യം കൂടി പറയാം. എനിക്ക് ഇഷ്ടത്തിന് എന്താ പറയാ? പസന്ത്. പസന്ത് എന്നാണ് ഇഷ്ടം. ഇപ്പം ഞാൻ പറയാണ് എനിക്ക് ഹിന്ദി ഇഷ്ടമാണ്. നമ്മൾ മുജെ പഠിച്ചു അല്ലേ? എനിക്ക് ഹിന്ദിനെ ഹിന്ദി തന്നെയല്ലേ പറയാം. ഇഷ്ടമാണ്. ഇഷ്ടത്തിന് എന്താ പഠിച്ചത്? പസന്ത്. അപ്പം മുജെ ഹിന്ദി പസന്ത് ഇവിടെ വരെ നമുക്ക് പറയാറിയാം. ഇനി എന്താ അല്ലേ? ആണ്. അത് നമ്മൾ പഠിക്കണം. ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് ഹിന്ദി ഇഷ്ടമാണ്, എനിക്ക് ഹിന്ദി ഇഷ്ടമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുജെ ഹിന്ദി പസന്ത് ഹേ. അപ്പോൾ ഇവിടെ ഒരു ഹേ ആണ് നമ്മൾ ഗ്രാമർ പഠിച്ചത്. പക്ഷേ നോർമൽ എല്ലാവർക്കും ഈ ഹേ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, പഠിച്ചിട്ട് വരുന്നതല്ല അല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ കുറേ വേർഡ്സ് പഠിക്കും, അതുപോലെ തന്നെ കുറേ സെൻറ്റൻസുകൾ അതിൽ നിന്ന് ഉണ്ടാക്കും. കുട്ടി കുട്ടി ഗ്രാമർ കയറ്റി സെൻറ്റൻസുകൾ പഠിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. പിന്നെന്താ, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ പുതിയ സീരീസാണ്, എത്തുന്നിടത്തേക്ക് എത്തട്ടെ അല്ലേ? ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം എന്നും പറയണ പോലെ. ഓക്കെ, അടുത്ത ക്ലാസ് ചെയ്യണം. ബൈ.